കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കും, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിൽ എന്ന് ഉറപ്പിച്ചോ നിങ്ങൾ? അപ്പോഴും ഞങ്ങൾ പറയും ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പറഞ്ഞോ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും RSSന്റെ വോട്ട് കിട്ടിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും, വോട്ട് വേണോ? അപ്പോഴും ഞങ്ങൾ പറയും ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ നിങ്ങൾ രണ്ടാളൊന്ന് പറയും. നിങ്ങൾക്ക് രണ്ടാൾക്കും പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തത് നിങ്ങളുടെ ഇപ്പത്തൊരു പ്രശ്നം അധികാര കസേരയാണ്. അതിനൊപ്പം തുള്ളാൻ മാത്രമേ കേരളത്തിലെ കോൺഗ്രസിന് ഇനി സാധിക്കൂ. കാരണം കേരള കോൺഗ്രസ് പോയി, മുസ്ലിം ലീഗും കൂടി മുന്നണിയിൽ ഇല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന് കെട്ടിവെച്ച പണം കിട്ടുന്ന മണ്ഡലങ്ങൾ എത്ര? 10 മണ്ഡലം ഈ കേരളത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് നാളെ വെൽഫെയർ പാർട്ടി ലയിക്കാൻ പറഞ്ഞാലും കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാർ ലയിക്കാൻ തയ്യാറാകും. ഒരു കോൺഗ്രസ് നേതാവ് RSSുമായി സഖ്യത്തിന് RSS കാര്യാലയത്തിൽ പോകുന്നു, ഒരു കോൺഗ്രസ് നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ വീട്ടിൽ പോകുന്നു. എന്തൊരവസ്ഥയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസിന് സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസുകാരെ മുഴുവൻ സ്വാഗതം ചെയ്യുന്നു. മുൻകൈ എടുക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം